I am Rajan, Assistant Professor of Commerce, School of Distance Education, University of Calicut. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് വരികയാണ്. 5th സെമസ്റ്റർ കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യലൈസേഷൻ പേപ്പറാണ് കോപ്പറേഷൻ. ഈ കോപ്പറേഷൻ്റെ ഒരു കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൻ്റെ പേര്. 5ാം സെമസ്റ്ററിലുള്ള BCom കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഈ കോപ്പറേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ്. കോപ്പറേഷൻ, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ്, കോപ്പറേറ്റീവ് കോളേജുകൾ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളാണ്. സഹകരണ അടിസ്ഥാനത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെന്ന് പറയാം. ഈ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പറയുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എങ്ങനെയാണ് ഇന്ന് ഫങ്ഷൻ ചെയ്യുന്നത്, അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ തരത്തിലുള്ള ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവരുടെ എയിംസ് എന്താണ്, അവരുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ സ്പെഷ്യലൈസേഷൻ പേപ്പറിലൂടെ നമ്മൾ പറയുന്നത്. ഈ കോപ്പറേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് കോപ്പററി എന്നിട്ടുള്ള വാക്കിൽ നിന്നാണ്. കോപ്പററി, കോ മീൻസ് വിത്ത്, കോ എന്ന് പറഞ്ഞാൽ വിത്ത് എന്നും ഓപ്പററി എന്ന് പറഞ്ഞാൽ ടു വർക്ക് എന്നുള്ള ഒരു മീനിങ്ങുമാണ്. അപ്പോൾ വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ് കോപ്പറേഷൻ എന്നുള്ള ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ടുഗദർ, എല്ലാവരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ട് സ്ഥാപനങ്ങളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ച് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലൊരുപാട് ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ഈ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ABCD എന്നുള്ള ക്ലാസസ് ഓഫ് ഷെയർസ് എടുത്തിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലുള്ള ഈ മെമ്പർമാരുടെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിനും വേണ്ടിയിട്ട്, അതുവഴി സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടൊക്കെയാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത്, ഇന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ടുഗദർ. ഇപ്പോൾ ഒരു മക്ലഗൻ കമ്മിറ്റി ഡിഫൈൻ ചെയ്യുന്നത്, ദ തിയറി ഓഫ് കോപ്പറേഷൻ ഈസ് വെരി ബ്രീഫ്ലി ദ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ can by association with others, by moral development and mutual support, obtain in his own degree the material advantage available to wealthy or powerful person, and whereby develop himself to the fullest extent of his natural abilities. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. ആ മെമ്പർമാരുടെ ഒരു മ്യൂച്വൽ ഹെൽപ്പിലൂടെയൊക്കെയുള്ള, അല്ലെങ്കിൽ മ്യൂച്വൽ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. Cooperative societies can help the transformation from capitalism to socialism and finally to communism എന്നുള്ളതാണ്. ലെനിൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ട്രാൻസ്ഫോർമേഷൻ മീൻസ് ടു ചേഞ്ച് ഫ്രം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നു. പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് വരുന്നു എന്നുള്ളതാണ് ലെനിൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇവിടെ ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. The basic idea behind the cooperation is self-help and mutual help.
നമ്മളുടെ ഉന്നമനവും അതുപോലെ നമ്മളിലൂടെ മറ്റുള്ളവരുടെ ഡെവലപ്മെൻറ്റും കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ എയ്ഡ്, പരസ്പര സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയിട്ടും നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. ഇതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മോട്ടോ ആയിട്ട് പറയാറുള്ളത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കുക, ഇതിൻ്റെ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് കോൺസെപ്റ്റ് എന്നും അതുപോലെ തന്നെ മോഡേൺ കോൺസെപ്റ്റും എന്ന് ഇതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പ്രിമിറ്റീവ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി കോപ്പറേഷൻ വാസ് റിലേറ്റഡ് മോർ ടു കൾച്ചറൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റ്. പ്രിമിറ്റീവ് കോൺസെപ്റ്റിലൂടെ പറയുന്നത് ഈ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ബന്ധപ്പെട്ടുള്ളത് കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്റ്റുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോപ്പറേഷൻ വാസ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് വാസ് ഇൻഹറൻറ്റ് ഇൻ ദി സൊസൈറ്റി ഇറ്റ് സെൽഫ്. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ് എന്നാണ് പറയുന്നത്. ജീവിത രീതിയാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ് ഈ പ്രിമിറ്റീവ് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പറയുന്നത്. എന്നാൽ മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് എ ബിസിനസ്. ഒരു പ്രത്യേക രൂപത്തിൽ ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് ഒരു മോഡേൺ കോൺസെപ്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ല ഇതിനുള്ളത്. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഇവിടെ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിസ്റ്റും എക്കണോമിസ്റ്റും ലീഗൽ സെൻസിലൊക്കെ പലതരത്തിലുള്ള വ്യൂ പോയിൻറ്റുകൾ പറയുന്നുണ്ട്. സോഷ്യോളജിസ്റ്റ് ഈ ഒരു കോപ്പറേഷനെ കാണുന്നത്, അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സോഷ്യൽ ഹാർമണി ത്രൂ ദ റിമൂവൽ ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് ഈ സോഷ്യോളജിസ്റ്റ് കാണുന്നത്. കോപ്പറേഷനെ ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്? ഫോർ എസ്റ്റാബ്ലിഷിംഗ് സോഷ്യൽ ഹാർമണി, സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനും വേണ്ടിയിട്ട്, അവരുടെ ക്ലാസ് സ്ട്രഗിൾ, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും ഒരു സൊസൈറ്റിയിൽ. ഡിഫറെൻറ്റ് ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദെയർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അക്കോർഡിംഗ് ടു ദെയർ റിലീജിയസ് പാറ്റേൺ, അതുപോലെയൊക്കെ ആയിരിക്കാം. അത്തരം ക്ലാസ്സുകളുടെ സ്ട്രഗിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് നമ്മൾ ഒരു സോഷ്യോളജിസ്റ്റ് കോപ്പറേഷനെ കാണുന്നത്. എന്നാൽ ഒരു എക്കണോമിസ്റ്റ് കോപ്പറേഷനെ കാണുന്നത് മറ്റൊരു വ്യൂ പോയിൻറ്റിൽ നിന്നാണ്. എക്കണോമിസ്റ്റ് കാണുന്നത് കോപ്പറേറ്റീവ് ഈസ് എ മീൻസ് ഓഫ് കൗണ്ടറിങ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വീക്കർ സെക്ഷൻസ് ബൈ കോൺഫറിങ് ഓൺ ദം എ ബെറ്റർ എക്കണോമിക് സ്റ്റാറ്റസ്. അതായത് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിലുള്ള വീക്കർ സെക്ഷനിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ രക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അവർ ഈ ഒരു കോപ്പറേഷനെ കാണുന്നത്. ഒരു ബെറ്റർ എക്കണോമിക് സ്റ്റാറ്റസ് ആ വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. കോൺഫറിങ് മീൻസ് ടു പ്രൊവൈഡ്. വീക്കർ സെക്ഷനുള്ള ആളുകൾക്ക് വേണ്ടി ആളുകളുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
അപ്രോച്ചായിട്ടാണ് ഈ ഒരു എക്കണോമിസ്റ്റ് കോപ്പറേഷനെ കാണുന്നത്. എന്നാൽ ലീഗൽ സെൻസിൽ കോപ്പറേഷൻ സിഗ്നിഫൈസ് സ്പെഷ്യൽ പ്രിവിലേജസ് ആൻഡ് കൺസെഷൻ കൺഫേർഡ് ബൈ ലോ ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. അത് നമ്മൾ പറഞ്ഞു കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. പലതരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സുകളുടെ ഒരു കൂട്ടമാണ് ഈ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ കോപ്പറേഷൻ സിഗ്നിഫൈസ് സ്പെഷ്യൽ പ്രിവിലേജസ് ആൻഡ് കൺസെഷൻ കൺഫേർഡ് ബൈ ലോ. അത് ലോ ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഇത് ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രിവിലേജസുകളും പ്രത്യേക തരത്തിലുള്ള കൺസെഷൻസും ലോ പ്രകാരം കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ കോപ്പറേഷൻ എന്നതുകൊണ്ട് ലീഗൽ സെൻസിൽ കോപ്പറേഷനെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്? കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ കാണും. നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോപ്പറേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഇതൊരു വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. ആളുകളുടെ ഒരു കൂട്ടമാണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വെൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ജോയിൻ ഹാൻഡ് ആൻഡ് ഫോം ആൻ അസോസിയേഷൻ. ഒരു കൂട്ടം ആളുകൾ ജോയിൻ ചെയ്യാണ്, അതിലൂടെ ഒരു അസോസിയേഷൻ ഇവിടെ രൂപീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ആൻ എൻ്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ്. ഇറ്റ് ഈസ് ആൻ ബിസിനസ് എൻ്റർപ്രൈസ് ഓർ ഇറ്റ് ഈസ് എ കൺസേൺ ഓർ ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ്. Cooperation lays stress on ethical standard and it is basically an enterprise. It is run by members themselves at their own cost and risk. പലതരത്തിലുള്ള ഇതിലുള്ള ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ they are responsible for the risk arising from this undertaking. ഇത്തരം സ്ഥാപനത്തിൽ നിന്നുള്ള റിസ്കുകളെല്ലാം തന്നെ ഈ സ്ഥാപനത്തിലുള്ള ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ സഹിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ. സ്വമേധയാ രൂപീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ. ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ദി സൊസൈറ്റി ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് ഓഫ് സൊസൈറ്റി അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. സ്വമേധയാ അതൊരു ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. മറ്റാരുടെയും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടും ഒന്നും ജോയിൻ ചെയ്യുന്നതല്ല. ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് ഓഫ് ദി സൊസൈറ്റി അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. അയാളുടെ താല്പര്യപ്രകാരം അയാൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്ത് പോവാനും പറ്റുന്നു. അത് അയാളുടെ സ്വന്തമായിട്ടുള്ള ഡിസ്ക്രിഷനിൻ്റെ ഭാഗമാണ്. അയാൾക്ക് സ്വമേധയാ തീരുമാനിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് വൺ, സർവീസ് ഒബ്ജക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു സെർവ് ഇറ്റ്സ് മെമ്പേഴ്സ് റാദർ ദാൻ ടു ഏൺ പ്രോഫിറ്റ്. ഇതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, പകരം സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോളോസ് ദി കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി, ദാറ്റ് ഈസ് വൺ മാൻ വൺ വോട്ട്.
ഇതിൽ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഒരാൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. ഒരാൾ എത്ര ഷെയർ എടുത്തു കഴിഞ്ഞാലും ഒരാൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഇവിടെ കൊടുക്കുകയുള്ളൂ. ദി അഫയേഴ്സ് ആർ ഹാൻഡിൽഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതിലൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ദ ക്യാപിറ്റൽ ഡസ് നോട്ട് ഗെറ്റ് എനി സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓവർ ഹ്യൂമൻ ബീയിങ് ഇൻ കോർപ്പറേഷൻ. ക്യാപിറ്റൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. ഹ്യൂമൻ കോർപ്പറേഷനാണ്, ഹ്യൂമൻ ബീയിങ്ങിനെ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ നമുക്കൊരിക്കലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് ട്രീറ്റ് ഒരു ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്നു എന്ന് കരുതിക്കൊണ്ട് ഒരാൾക്ക് നമുക്ക് കൂടുതൽ പ്രിവിലേജസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇക്വിറ്റി. നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് മെമ്പേഴ്സ് ഈസ് മെയ്ഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്, പൊളിറ്റിക്കൽ ഐഡിയോളജി ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആസ് സൂൺ. നമ്മൾ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വേർതിരിവുകളും ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിൽ കാണിക്കാറില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇവർ അറ്റൈൻ ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ ഇവരെ വേർതിരിച്ച് കാണുന്നില്ല. എല്ലാവരും തുല്യരായിട്ടാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ് വൺ, നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ദർ ഈസ് നോ ക്ലാസ് ഡിവിഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ്സ് ആൻഡ് വർക്കിംഗ് ഇൻ കോർപ്പറേഷൻ. ഡിവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിലുള്ള ഡിവിഷനും ക്ലാസ് ഡിവിഷനും ഇവിടെ ഉണ്ടാവാറില്ല. മറ്റൊന്ന്, സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. എ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്, ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് വ്യൂഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ട് ഓഫ് ഓവറോൾ സോഷ്യൽ എക്കണോമിക് മൂവ്മെൻറ്റ് ഓഫ് ദി കൺട്രി. സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, കോപ്പറേറ്റീവ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി. പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രൊപ്പോർഷണാലിറ്റി ഓർ ഇക്വാലിറ്റി. ദ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് നോട്ട് അക്കോർഡിംഗ് ടു ഷെയർസ് ടേക്കൺ ബട്ട് according to the proportion of business operation a member has affected with the society. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ ചെയ്യുന്ന സ്ഥാപനത്തിലൂടെ കിട്ടുന്ന നമ്മുടെ സർപ്ലസ് നമ്മൾ ഒരിക്കലും ഷെയർ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ടല്ല പറയുന്നത്, സൊസൈറ്റിയെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദി വേൾഡ്. എല്ലാ രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും കോപ്പറേറ്റീവ് മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സലായിട്ട് സർവ്വലൗകികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഇന്ന് മിക്ക രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, അറ്റ് ദി സർവീസ് ഓഫ് ബോത്ത് ദി മെമ്പേഴ്സ് ആൻഡ് ദി കമ്മ്യൂണിറ്റി. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും കൂടിയാണ്. എവറി സൊസൈറ്റി സ്റ്റാൻഡ്സ് ഫോർ ദി എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ബെറ്റർമെൻറ്റ് ഓഫ് ദി ലോക്കൽ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്ക് ഗുണമുണ്ടാവുന്ന തരത്തിലേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ആക്ടിവിറ്റീസാണ് ഇന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ. എന്താണ് ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദി അൾട്ടിമേറ്റ് എയിം ഓഫ് എനി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊവൈഡ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതിൽ ഉള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനുള്ള
മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ അൾട്ടിമേറ്റ് എയിമായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കുക, സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഈസ് കാൾഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. The main objective of cooperatives are: first one, elimination of middleman. നമുക്ക് ഇടനിലക്കാരനെ ഒഴിവാക്കാൻ ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലൂടെ പറ്റുന്നു. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ മിഡിൽമാനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. The first and foremost objective of cooperative society is to remove the middleman in different field who take away the gains that should have gone to real beneficiaries. The ultimate beneficiaries ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ഒരു മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ്, അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട സർവീസ് അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ മിഡിൽമാനിന് കൊടുക്കുന്ന മിഡിൽമാനിന് കിട്ടുന്ന ഗെയിൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ആ ഒരു ബെനിഫിറ്റും കൂടി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിന് കിട്ടുന്ന തരത്തിലേക്ക് ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ പീപ്പിൾ ആയിട്ടുള്ള ആളുകളുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഇതിലൂടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദ മോസ്റ്റ് ബേസിക് എയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പുവർ. പാവപ്പെട്ട ആളുകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ബേസിക് എയിം ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, റിമൂവൽ ഓഫ് ദി ഇൽസ് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്ത വ്യവസ്ഥയിലൂടെ ആളുകളെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു സംവിധാനത്തിൽ നിന്നും, ആ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഒരു റിലീഫായിട്ടാണ് നമ്മൾ കോപ്പറേഷനെ നമ്മൾ കാണുന്നത്. ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇൽസുകൾ, അവരുടെ ഉണ്ടാകുന്ന പോരായ്മകൾ, പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫങ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റേസിംഗ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മൊറാലിറ്റി, ഇതിലുള്ള മെമ്പേഴ്സിന് കൂടുതൽ അവരുടെ മോറൽ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ആക്ടിവിറ്റീസാണ്, ഒരു മൂവ്മെൻ്റാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻക്രീസിങ് ദ പ്രോസ്പിരിറ്റി ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ പ്രോസ്പിരിറ്റി, അഭിവൃദ്ധിയാണ് ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഇന്ന് അവരുടെ മെമ്പേഴ്സ്, അവരുടെ ഈ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ആളുകളിലൂടെ സൊസൈറ്റിക്ക് ഗുണകരമായ രൂപത്തിലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിംസ് അറ്റ് ബ്രിങ്ങിങ് അബൌട്ട് ദ വെൽഫെയർ ഓഫ് നോട്ട് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ബട്ട് ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി. സൊസൈറ്റിയുടെ ക്ഷേമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഇൻഡിവിജ്വൽസിന്, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിന് ഗുണം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല, പകരം സൊസൈറ്റിക്ക് ഗുണകരമാവുന്ന രൂപത്തിലേക്കുള്ള ആക്ടിവിറ്റീസിലൂടെ, വെൽഫെയർ മെഷേഴ്സിലൂടെ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റീസ്. നമുക്ക് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള ഇനീക്വാളിറ്റീസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ്, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ പറ്റുന്നു എന്നുള്ളതാണ്. ദ ഫീലിംഗ് ഓഫ് ഹൈ ഓർ ലോ എമംഗ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി ആക്ട് ആസ് എ കോസ് ഓഫ് സോഷ്യൽ ടെൻഷൻ. വലിയവനെന്നും ചെറിയവനെന്നും എന്നുള്ള ആ ഒരു വ്യത്യാസം, അതൊരു സോഷ്യൽ ടെൻഷനാണ്. അത് ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. As far as possible, a cooperative remains aloof
അലൂഫ് ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും അതുപോലെ തന്നെ റിലീജിയസ് ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതൊന്നുമല്ല ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. പകരം ഇതിനെ നമ്മൾ ആ ഗ്രൂപ്പിനെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ദി കോർപ്പറേറ്റ് ലൈഫ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദി കോർപ്പറേറ്റ് ലൈഫ് എല്ലാവർക്കും സമൂഹത്തിൽ ജീവിക്കുന്ന വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി ആയിട്ടുള്ള ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഗുണമുണ്ടാവുന്ന തരത്തിലേക്ക് ഒരു കോർപ്പറേറ്റ് ലൈഫ് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലേക്കാണ് ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ? കോപ്പറേഷനെ നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിനെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുള്ള ബെനിഫിറ്റിനെ നമ്മൾ പലതരത്തിലുള്ള ക്ലാസ്സുകളാക്കിയിട്ട് തിരിക്കുകയാണെന്ത്. എക്കണോമിക് ബെനിഫിറ്റ് എന്നും സോഷ്യൽ ബെനിഫിറ്റ് എന്നും എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് എന്നും എത്തിക്കൽ ബെനിഫിറ്റ് എന്നുള്ള തരത്തിലേക്ക് 4 ക്ലാസ്സസ് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഓരോ ക്ലാസ്സിലും ഇതിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ്, എക്കണോമിക് ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് കിട്ടുന്നത്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് കിട്ടുന്നത്, എത്തിക്കൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് കിട്ടുന്നത്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കവിടെ നോക്കാവുന്നതാണ്. നോക്കുക, വാട്ട് ആർ ദ എക്കണോമിക് ബെനിഫിറ്റ് ഗെറ്റിംഗ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. എക്കണോമിക് ബെനിഫിറ്റ് എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. എക്കണോമിക് ബെനിഫിറ്റുകൾ കിട്ടുന്നത് നോക്കുക. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെൻറ്റീവ് ഇൻ ദി ബിസിനസ് ബൈ ദാറ്റ് ഓഫ് സർവീസ് ടു ദി കമ്മ്യൂണിറ്റി. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിവിടെ ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സർവീസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. നമ്മൾ വളരെ ഇക്വിറ്റബിളായിട്ട് വെൽത്ത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ആരോടും കാണിക്കാതെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടിസ്ഥാനത്തിലോ റിലീജിയസ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും സോഷ്യൽ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ഇക്വിറ്റബിളായിട്ട് മാത്രം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സ്വത്തുക്കൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ, സർപ്ലസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, എ ബ്രേക്കപ്പ് മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസീസ്, കുത്തകകൾ എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നും കുത്തകകളെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റാണ്. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ദ പർച്ചേസിംഗ് പവർ ആൻഡ് റിയൽ വേജ് ടു ഇൻഡിവിജ്വൽസിൻ്റെ പർച്ചേസിംഗ് പവർ അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് ഇത് മിഡിൽ മാൻ ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകളായതുകൊണ്ട് ആ മേഖലയിലൂടെ ഉണ്ടാവുന്ന എക്സ്പെൻസുകളൊന്നും ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന് വരാത്തത് കൊണ്ട് അവരുടെ പ്രോഡക്റ്റിനുള്ള പ്രൈസ് പരമാവധി നമുക്ക് കുറച്ചുകൊണ്ട് ആളുകൾക്ക്, ഇൻഡിവിജ്വൽസിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നു. ദെൻ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദി ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽ മാൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അനാവശ്യമായിട്ട് മിഡിൽ മാനെ നമ്മൾ ഒഴിവാക്കുന്നു. അനാവശ്യമായിട്ടുള്ള മിഡിൽ മാൻ, നമ്മൾ ഇതിൻ്റെ മധ്യവർത്തികളായിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകളെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസൊക്കെ കുറവായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, മോർ ആക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും തമ്മിൽ നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിമാൻഡും സപ്ലൈയും, ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള കോറിലേഷൻ, ഇതുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. സ്റ്റെബിലൈസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ് സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്.
General improvement in employer-employee relationship. In cooperative institutions, there is a relationship between the employer and employees. എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ചീപ്പ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഫാം പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. റീസണബിൾ പ്രൈസിൽ ഫാം പ്രോഡക്ട്സുകളൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ഫാം പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് റീസണബിൾ പ്രൈസിൽ ഇതിൽ മാർക്കറ്റ് ചെയ്യാനും മറ്റൊക്കെ പറ്റുന്നു എന്നുള്ളതാണ്. ദീസ് ആർ ദി എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് വൺ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് യുണീക്ക് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ടോളറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡെമോക്രാറ്റിക് കൺട്രോളിലൂടെയാണ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ യുണീക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഡെമോക്രാറ്റിക് സിസ്റ്റമിൻ്റെ ടോളറൻസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവർ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ട്രെയിനിങ് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഈ സ്ഥാപനത്തെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഓരോ ആളുകൾക്കും ഓരോ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു ട്രെയിൻ കിട്ടുന്ന തരത്തിലേക്കാണ് ഈ ഒരു സ്ഥാപനം ഫങ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു ഇവോൾവ് ആൻ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എമംഗ് ഓൾ. ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ വരുന്നു. നമ്മൾ പറഞ്ഞു ഇതൊരു അണ്ടർടേക്കിംഗ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർടേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ്, ടു പ്രിസർവ് എ സ്ട്രോങ് ഫ്രണ്ട്ലി ഓർ ഫാമിലി സ്പിരിറ്റ്. ഒരു ഫാമിലി, നമ്മളെല്ലാവരും പറയാറുണ്ട് ഏതൊരു സ്ഥാപനവും ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണുന്നത് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ഫാമിലി സ്പിരിറ്റ് അവിടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. ഫാമിലി സ്പിരിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഫാമിലി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നാണ്. എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയിട്ടും തുടങ്ങുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് നമുക്ക് ആ ഒരു തരത്തിലേക്കാണ് നമ്മളിതിനെ കാണുന്നത്. നെക്സ്റ്റ് വൺ, ടു സെക്യൂർ റേഷണൽ കൺസ്ട്രക്ഷൻ ആൻഡ് യൂണിഫൈയിങ് അപ്രോച്ചസ് ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. എക്കണോമിക് പ്രോബ്ലംസിനെയെല്ലാം നമ്മൾ റേഷണലായിട്ട് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റുന്നു. അപ്പോൾ അണ്ടർ എംപ്ലോയ്മെൻറ്റുകളും അൺഎംപ്ലോയ്മെൻറ്റുകളും ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ ഈ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടു സെക്യൂർ മോറൽ ആസ് വെൽ ആസ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്യുവർ ക്വാളിറ്റി, കറക്റ്റ് വെയ്റ്റ് ആൻഡ് ഫെയർ ഡീലിങ്സ്. ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രോഡക്റ്റുകൾ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും വെയ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡീലിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഒരു മോറൽ സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. നമ്മൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾ ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. Next, what are the educational benefits of cooperation? First one, individuals learns by experience gained in practical work of cooperation. ഈ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലൂടെ ജോലി ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇവിടെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കോപ്പറേഷൻ ആൾസോ സ്പോൺസേഴ്സ് എഡ്യൂക്കേഷൻ. അതൊരു സ്പോൺസേഴ്സ് എഡ്യൂക്കേഷനാണ് കോപ്പറേഷൻ. ദർ ആർ മെനി കോപ്പറേറ്റീവ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഫോംഡ് ടു പ്രൊവൈഡ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആൻഡ് ആൾസോ എംപ്ലോയ്മെൻറ്റ് ടു എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരത്തിലുള്ള സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ നല്ല തരത്തിലുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതുവഴി പലതരത്തിലുള്ള യൂത്തായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇതിലൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്.
നെക്സ്റ്റ്, ടു ട്രെയിൻ ദ പീപ്പിൾ ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ഓർഗനൈസിങ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. ടു ക്രിയേറ്റ് എക്സ്പേർട്ട്, നമ്മൾ പറഞ്ഞു ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നമ്മുടെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ എൻഗേജ് ആവുന്നു. അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള എക്സ്പേർട്ട് അതായത് എബിലിറ്റി ടു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ, നമ്മൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ഫീൽഡിലും എക്സ്പേർട്ടായി മാറുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, എത്തിക്കൽ ഓർ മോറൽ ബെനിഫിറ്റ്. ദ പോളിസി ഓഫ് ഹോണസ്റ്റി ഈസ് എ നെസസിറ്റി ഇൻ കോപ്പറേഷൻ. ഹോണസ്റ്റിയാണ് ഇവിടെ വളരെ സത്യസന്ധതയോടു കൂടിയാണ് ഈ സ്ഥാപനങ്ങളുടെ മെമ്പേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. കാര്യങ്ങൾ പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഹോണസ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നെക്സ്റ്റ്, കോപ്പറേഷൻ റിട്ടേൺസ് മണി വാല്യൂ ഫോർ ഹോണസ്റ്റി ആൻഡ് അതർ വിർച്യൂസ്. കോപ്പറേഷൻ റിട്ടേൺസ് മണി, ഇതിലൂടെ ഹോണസ്റ്റി വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ബെനിഫിറ്റുകളും ഇതിലൂടെ കിട്ടുന്നു. നെക്സ്റ്റ് വൺ, ദ മോട്ടോ ഓഫ് കോപ്പറേഷൻ ഈസ്, ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, മോട്ടോ ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നാണ്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയിട്ടും ചെയ്യുന്ന വർക്കാണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, കോപ്പറേഷൻ എയിംസ് അറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീയിങ്സ്. നല്ല ആളുകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന തരത്തിലേക്ക് പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവുകളും ഇന്നൊവേറ്റീവ് ആക്ടിവിറ്റീസുകളും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നടത്തുന്നത് കൊണ്ട് നല്ല ഹ്യൂമൻ ബീയിങ്സിനെ വളർത്തിയെടുക്കാൻ ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. പ്രിൻസിപ്പിൾസ് എന്നുള്ള വേർഡ് പ്രിൻസിപ്പിയം എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ബേസിസ് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ബേസ് അതാണ്. കോപ്പറേഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾസാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഫങ്ഷൻ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺസ് ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ നിയന്ത്രിക്കുന്നതും ഇതിനെ ഗവേൺ ചെയ്യുന്നതും ഇതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമാണ്. ഈ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കാറുള്ളത്. നമ്മൾ ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യുന്നത് ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നുള്ളതിൽ നിന്നാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഇങ്ങനെ ഈ ആക്സെപ്റ്റബിളായിട്ട് വരാനുള്ള രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് ക്ലാരിറ്റി ഇൻ ദി ഫോർമുലേഷൻ ഓഫ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൻ്റെ ക്ലാരിറ്റിയാണ്, ഒരു ആംബിഗ്വിറ്റിയും ഇല്ലാത്ത തരത്തിലേക്കുള്ള വളരെ ക്ലാരിറ്റിയുള്ള ചില പ്രിൻസിപ്പിൾസാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത്, യൂണിവേഴ്സലായിട്ടുള്ള ഒരു അംഗീകാരം ഇതിന് കിട്ടുന്നത്. ഒരു കാരണം അതാണ്. മറ്റൊന്ന് യൂണിവേഴ്സാലിറ്റി ഇൻ ദെയർ ആപ്ലിക്കേഷൻ. എല്ലാ ഭാഗത്തും എല്ലാ ഇന്ത്യയിലും ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ചില പ്രിൻസിപ്പിൾസാണ് ഇതിൽ. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഈ കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസായിട്ട് മാറാനുള്ള കാരണം. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരാനുള്ള കാരണം അതാണ്. ഇതിൽ റോക്ക്ഡെയിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഇവിടെ പറയുന്നത്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓപ്പൺ മെമ്പർഷിപ്പ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റോക്ക്ഡെയിൽ പയനിയേഴ്സ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അതാണ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് വ്യൂസാണ് ഇവിടെ വരുന്നത്. പലതരത്തിലുള്ള കമ്മീഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ ഡിറൈവ് ചെയ്തിട്ടുള്ളത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേജിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ICA പ്രിൻസിപ്പിൾസ്. തേർഡ് വൺ, Carve Committee on Cooperative Principles as in the third stage. And fourth one, Cooperative Principles by ICA in 1995 as ഫൈനൽ സ്റ്റേജ്. അപ്പോൾ 4 സ്റ്റേജുകളിലായിട്ടാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നിട്ടുള്ളത്.
ഫസ്റ്റ് വൺ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൻ്റെ ചില പ്രിൻസിപ്പിൾസ് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഈ ഗ്ലോബലി അംഗീകരിച്ച പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ടാണ് ഇതിനെ വലിയ തരത്തിലുള്ള സ്വീകാര്യത കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ എന്നുള്ളതാണ്. മെമ്പർഷിപ്പ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ ദോസ് ഹൂ ബിലോങ്സ് ടു ദി ഏരിയ ഹൂ നീഡ് ദെയർ സർവീസ്. അവരുടെ സർവീസ് ആവശ്യമുള്ള പ്രദേശം ഏതാണോ ആ ഏരിയയിൽ നിന്നുള്ള ആളുകൾക്കുള്ള മെമ്പർഷിപ്പ് ഓപ്പണായിട്ട് കൊടുക്കുന്നു. അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനൊന്നും കാണിക്കാറില്ല, എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഡെമോക്രാറ്റിക് കൺട്രോൾ. മാനേജ്മെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ഡെമോക്രാറ്റിക്കലി ത്രൂ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആൻഡ് എലക്റ്റഡ് ബൈ ബോഡി കൺട്രോൾ ദ ഡേ ടു ഡേ അഫയേഴ്സ്. നമ്മൾ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റാണ്, ഡെമോക്രാറ്റിക് കൺട്രോളാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ അവിടെ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക്കായിട്ട് കൺട്രോൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡഡ് വാസ് ഓൺലി ലിമിറ്റഡ്. മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള പ്രോഫിറ്റ് ഓറിയൻറ്റഡ് സ്ഥാപനത്തിലൊക്കെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ കൊടുക്കുന്നില്ല. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. തേർഡ് വൺ പാട്രോണേജ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺ ആൻ ഇക്വിറ്റബിൾ മാനറിൽ മാത്രമാണ് ഡിവിഡൻഡ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നോ ബഡി ഗെറ്റ്സ് സ്പെഷ്യൽ പ്രിവിലേജ് ഓൺ അക്കൗണ്ട് ഓഫ് ഹൈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നു എന്ന കാരണം കൊണ്ട് കൂടുതൽ പ്രിവിലേജസ് ഒന്നും ഒരാളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് പാട്രോണേജ് ഡിവിഡൻഡ്. നെക്സ്റ്റ് വൺ ക്യാഷ് ട്രേഡിംഗ്. ദേ ഡിസൈഡഡ് ടു സെൽ ഗുഡ്സ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ് ആൻഡ് നോ ക്രെഡിറ്റ് വാസ് അലൗഡ്. ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന് പ്രകാരം ക്രെഡിറ്റ് സെയിൽസ് അവിടെ നടക്കുന്നില്ല. പിന്നെ എല്ലാം ക്യാഷ് ഡീലിങ്സ് ആണ്, ക്യാഷ് ട്രേഡിംഗ് ആണ് അവിടെ നടക്കുന്നത്, അലോ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ദേ ഗാവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ റിലീജിയൻസ് ആൻഡ് പൊളിറ്റിക്സ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൂടുതൽ പ്രിവിലേജസോ കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരമോ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു റിലീജിയസ് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നില്ല. നമ്മൾ ഡെമോക്രാറ്റിക്കായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ദേ സോൾഡ് ഗുഡ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. ഇവിടെ ഗുഡ്സൊക്കെ അഫോർഡബിൾ പ്രൈസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് വന്നതെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് വന്നിട്ടുള്ളത്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA പ്രിൻസിപ്പിൾസ് എന്ന് പറയും. International Cooperative Alliance is an international body set up for the promotion of cooperative ideas and spreading the principle of cooperation around the world. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഉദ്ദേശം ഈ ഗ്ലോബൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ കോപ്പറേറ്റീവ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഫങ്ഷൻ ചെയ്യാനുള്ള ചില ഐഡിയാസും മറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രിൻസിപ്പിൾസ് എല്ലാം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഡ്യൂ ടു എനോർമസ് changes taking place in the economic, social and political fronts, the International Cooperative Alliance appointed a subcommittee on 1934 to take a fresh look at the cooperative principles. നമ്മളിവിടെ ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ഒരു വർധനവ്, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വലിയ തരത്തിലേക്കുള്ള മൂവ്മെൻറ്റ് നടത്തിയ സമയത്ത് നമ്മളൊരു പുതിയ ഒരു സബ് കമ്മിറ്റി 1934 ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൂടുതൽ വളരെ നല്ല രൂപത്തിലേക്ക് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ദേ ഇവാലുവേറ്റ് ദ പ്രിൻസിപ്പിൾസ് എനൂൺസിയേറ്റഡ് ബൈ റോക്ക്ഡെയിൽ, ഇറ്റ്സ് റിലവൻസ് ആൻഡ് ഒബ്സർവൻസ് ഇൻ ദി പ്രസൻറ്റ് ടൈം ആൻഡ് ഫൈനലി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് 1937. ആ സബ് കമ്മിറ്റി ഇവരുടെ റിപ്പോർട്ട് 1937 സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ് ഇവിടെ പറയുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്, പാട്രോണേജ് ഡിവിഡൻഡ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, നോൺ essential principles,
ഇവിടെ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. ഈ എസെൻഷ്യൽ പ്രിൻസിപ്പിളായിട്ട് ഇവിടെ പറയുന്നത് പാട്രോണേജ്, ഡിവിഡൻഡ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ് എന്നുള്ളതാണ്. അതുപോലെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അതുപോലെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസാണ് സെല്ലിംഗ് പ്യുവർ ആൻഡ് അഡൾട്ടേഡ് ഗുഡ്സ്. ഇത്തരം പ്രിൻസിപ്പിൾസ് എല്ലാം ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, സെക്കൻഡായിട്ട് വരുന്നതാണത്. തേർഡ് വൺ കാർവ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കാർവ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അഗെയിൻ ഇൻ 1960, 1937 ഈ ഒരു സബ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 1960 ഡ്യൂ ടു ദി ഡൈനാമിക് നേച്ചർ ഓഫ് ദി വേൾഡ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്, ലോകത്തിൻ്റെ സ്വഭാവം, ലോകത്തിൻ്റെ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ സിനാരിയോസ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ദ ICA അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ഇൻ 1964. 1964 പുതിയൊരു കമ്മീഷനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 5 nations, namely 5 നാഷൻസിനാണ് UK, USA, USSR, Germany. These are the 5 nations and India were represented in the commission. ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ അവിടെ രൂപീകരിച്ചു. പ്രൊഫസർ DG കാർവ് from India was the chairman of the commission, and therefore the commission is popularly known as Carve Commission on Cooperative Principles. ഈ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിട്ട്, ഒരു ചെയർമാനായിട്ട് അവിടെ വന്നിട്ടുള്ളത് DG കാർവ് എന്നുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ കാർവ് കമ്മിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയാനുള്ള കാര്യം. The commission recommended the following principles in its report submitted in 1966. 1966 ഇവരുടെ പ്രിൻസിപ്പിൾസ്, ഇവരുടെ റിപ്പോർട്ട് ഇവർ സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഇവിടെ പ്രിൻസിപ്പിൾസായിട്ട് വന്നിട്ടുള്ളത്, ഫസ്റ്റ് വൺ ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, അതുപോലെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അതുപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ്, എഡ്യൂക്കേഷൻ ടു ബിയറേഴ്സ്, എഡ്യൂക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്. 6th വൺ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇനി ഫൈനലായിട്ട് 4ാമതായിട്ട് വന്നിട്ടുള്ള ചില നാലാമത്തെ സ്റ്റേജിൽ വന്നിട്ടുള്ള ചില ഡെവലപ്മെൻറ്റ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA 1995. ഏറ്റവും ഫൈനൽ 1995 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്, ICA Tokyo Congress held in 1992 initiated set up the review of current ICA cooperative principles of 1966 and possible changes to prevent the erosion in value of cooperation. നമ്മൾ 1966 ICA സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിലുള്ള ചില തിരുത്തലുകൾ, ചില ചേഞ്ചസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1995 പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രിൻസിപ്പിൾസാണ് ഇവിടെ പറയുന്നത്. വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. തേർഡ് വൺ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഫോർത്ത് വൺ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഫിഫ്ത്ത് വൺ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. സിക്സ്ത് വൺ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. സെവൻത്ത് വൺ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. These are the principles of International Cooperative Alliance.